صرفت جيلنا بالميلاد ساكنه علمت بالقبر بعددا أماكنه يزوره كل مشتاق ولكنه في بيته قد يلاقي محي الدين شرفت جيلانا ജീലാൻ എന്ന പ്രദേശത്തെ അങ്ങ് ഉന്നതമാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട്? ബിൽ മീലാദി, പ്രസവിക്കൽ കൊണ്ട്. അങ്ങ് ജീലാൻ നാട്ടിൽ ജനിച്ചു. ആ ജനനം കൊണ്ട് തന്നെ ആ നാടാകെ ശ്രേഷ്ഠമുള്ളതായി മാറി. സാക്കിനഹു എന്തെന്ന് ആ നാട്ടിൽ താമസിക്കുന്ന പ്രദേശം. അള്ളം തബിൽ ഖബരി, ഖബർ കൊണ്ട് അങ്ങ് വണ്ണമാക്കി വച്ചിരിക്കുന്നു ബഅദാദ് പ്രദേശത്തെ. അമാക്കിനഹു, അവിടെയുള്ള ആ സ്ഥലങ്ങളെ അങ്ങ് അവിടെ ഖബറടക്കി അതുകൊണ്ട് ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. അപ്പൊ ജന്മനാടും ശ്രേഷ്ഠമായി, മരിച്ചു കിടക്കുന്ന സ്ഥലവും വണ്ണമായി. യസൂറുഹു കുല്ലു മുസ്താഖിൻ, അമ്പിയാക്കള് ഔലിയാക്കള് മഹാരഥന്മാർ, അവരിലേക്ക് ഇഷ്ട് വെച്ച് ആശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും ആ സ്ഥലം സന്ദർശിക്കും. വലാക്കിനഹു, പക്ഷെ ഇഷ്കു വെച്ച ആൾ ഫീ ബൈത്തിഹി, തന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ഖദിയുലാഖി മുഹിയദ്ദീൻ, ചിലപ്പോൾ മുഹിയദ്ദീൻ തങ്ങളെ അവിടെ വെച്ച് കാണും എന്നാണ് ഈ ബൈത്തിന്റെ അർത്ഥം. ഇനി അതിന്റെ വിശദീകരണം. ജീലാന എന്ന് പറഞ്ഞപ്പോ എന്താ? ഇസ്മു ബൽദത്തിൽ, അതൊരു നാട്ടിന്റെ പേരാണ് ജീലാൻ നാട്. ഉലിദ ശൈഖു റളിയല്ലാഹു അൻഹു ഫീഹ, ആ നാട്ടിലാണ് മഹാനായ നമ്മുടെ ചരിത്ര പുരുഷൻ, നമ്മൾ പ്രതിപാദിക്കുന്ന മഹാനവറുകൾക്ക് ജന്മം നൽകപ്പെട്ടത്. ഇനി ഈ നാടിനെ പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. തഫ്രീഖുൽ ഖാത്തിർ, തഫ്രീഖുൽ ഖാത്തിർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അത് മറിച്ചു നോക്കിയാൽ അതിൽ കാണുക ഉലിദ റളിയല്ലാഹു അൻഹു ഫീ കൈലാന, കൈലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുകൾക്ക് ജന്മം നൽകിയത്. അപ്പോ ജീലാൻ കൈലാൻ, ഇങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. ഓ യുഖാലു, പറയപ്പെടാം ബി ഖൽബിൽ കാഫി, ജീവൻ. കാഫിനെ എന്താക്കാന്നറിയാമോ? ജീലാൻ. കാഫുണ്ട്, ആ കാഫിനെ ജീമാക്കി മറിച്ചിട്ട് ജീലാൻ എന്ന് പറയാം. വബിൽ യാ ഇൻ നിസ്ബത്തി, നിസ്ബാന്റെ യാ കൊടുത്തിട്ട് ജീലി എന്നും പറയാം. അവന്തായി ഇപ്പൊ ഇവിടെ ജീലാൻ, കൈലാൻ, ജീലി. അങ്ങനെ തഫ്രീഖുൽ ഖാത്തിറിൽ കഴിഞ്ഞു. ഇനി മറ്റൊരു കിതാബുണ്ട്, വഫിൽ ഖലായിദ്, ഖലായിദ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. അതിൽ കാണാം അനി ശൈഖ് ശംസുദ്ദീൻ ഇബ്നു നാസിറുദ്ദീൻ അദ്ദിമസ്ഖിയു, ഷെയ്ഖ് ശംസുദ്ദീൻ തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചതായിട്ട് ഖലായിദിൽ കാണാനുണ്ട്. അന്നൽ ജീൽ, ജീൽ എന്ന് പറയുന്ന മൗലി ആനി, രണ്ട് സ്ഥലം പറയും ജീലിനെ കുറിച്ച്. അപ്പൊ രണ്ട് സ്ഥലം ഉണ്ട്. അഹദുഹുമാ, രണ്ടിൽ ഒന്ന്, ഇസ്മുല്ലി സഖഇൻ വാസിഇൻ മുജാബിരിൻ ലി ബിലാദി ദീലമി മുസ്തമിരിൻ അലാ ബിലാദിൻ കസീറത്തിൻ ലൈസ മിൻഹാ മദീനത്തുൻ കബീറത്തുൻ, വലിയ നഗരങ്ങളോ പട്ടണങ്ങളോ ഒന്നുമില്ലാതെ ഒരുപാട് നാടുകളെ മേൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദീലിമി എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ ചുറ്റുവട്ടത്ത് വരുന്ന വിശാലമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ പേരാണ് ജീല്. ഇതാണ് ഒന്ന്. വല്ലാഹറു, വേറൊരു ജീല്, അത് ബൽദത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിർ തങ്ങൾക്ക് ജന്മം നൽകിയ നാടാ. വഹിയ അൽ ജീൽ, അത് ജീൽ എന്ന് പറയും. പിന്നെ ആ ജീൽ എന്ന് പറയുന്ന നാടിന് എന്ത് പറയാം? അൽ കീൽ എന്ന് പറയാം. ബിക്കാവി മശൂമത്തിൻ ബിൽ ജീം,
ജീമിനോട് കൂടിക്കലർന്ന് വരുന്ന രീതിയിലുള്ള സാദൃശ്യമായ രീതിയിലുള്ള കാവ് കൊടുത്തിട്ട് ജീൽ കീൽ എന്ന് പറയാം. അങ്ങനല്ല അബിക്കാവ് ഖാലിസത്തിൻ വെറും ഒരു കാപ്പുണ്ട്, കലർപ്പൊന്നുമില്ല, അബയാവൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഖാൽ എന്ന് പറയാം. ഇനി വസമ്മാഹ അൽ ഹാഫിദ് അബു അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ സഅദ് എന്ന് പറയുന്ന ആള് ആബിദ് അബു അബ്ദില്ല അഥവാ മുഹമ്മദ് ബിൻ സഅദ് പറയുന്നു, മൂപ്പര നാടിന്റെ പേര് വെച്ചത് ഷീൽനോ ജീൽനോ കൈലാനൊന്നും അല്ല, ജയിലാനൊന്നും അല്ല വെച്ചത്. പിന്നെന്താ അൽ കാൽ കാൽ എന്ന് പറഞ്ഞു. ഇങ്ങനെയുണ്ട്. അഹദഹു ഹാഫിദ് എന്നവര് ഈ പറയുന്ന പേര് പിടിച്ചെടുത്തത് ഹജ്ജാജ് ഷായർ, പാട്ടുകാരനായ ഹജ്ജാജ് ഉണ്ട്, അദ്ദേഹത്തിന് പിടിച്ചെടുത്തതായിരിക്കാം ഇത്. ഫഇന്നഹു സമ്മാഹ ഫീ ബാലി ഷായിരിഹി ഷായറല്ല ഷായിരിഹി, തന്റെ ചില കവിതകളിൽ ഇബ്നു ഹജ്ജാജ് എന്ന് പറയുന്ന കവിതക്കാരൻ ഈ നാടിന് പേര് വെച്ചത് ബിൽകാലി കാൽ എന്നതുകൊണ്ടാണ് പേര് വെച്ചത്. ആ പാട്ട് നോക്കിയിട്ടായിരിക്കും ഹാഫിദ് എന്നവര് ഈ നാടിന് കാലെന്ന് വന്നത്. അങ്ങനെ ആവാം. വഹിയ ഈ കാൽ എന്ന് പറയുന്നത് ഖറിയത്തുൻ താഴത്ത മദാഇനി കിസ്റ, കിസ്റയുടെ വൻ നഗരങ്ങളുണ്ട്. ആ കിസ്റയുടെ വൻ നഗരയുടെ അടിഭാഗത്തുള്ള ഒരു ഗ്രാമത്തിന്റെ പേരാണ് കാൽ. അങ്ങനെ പല അഭിപ്രായമുണ്ട്. ഇന്ദഹ അങ്ങനെ കലായിലുള്ളതും കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ഫീഹ, ഇങ്ങനെ കിതാബുകൾ പരതിയപ്പോൾ നാട് വിവിധ രൂപത്തിൽ അറിയുന്നത്. അപ്പോ മഹാനവറുകൾക്ക് ജന്മം നൽകിയ നാടിനെ പറ്റിയുള്ള അഭിപ്രായം ലുഗാത്തു സബഈൻ, ഒരു 7 ഭാഷയിൽ വരുന്നുണ്ട്. 7 ഭാഷ പോലും പറയുന്നുണ്ട്. കൈലാൻ, ജീലാൻ, ജീലി, ജീല്, കീല്, ഖാല് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ബിൽകാവിൽ ഫാരിസിയ കീൽ, അബുൽകാവിൽ അറബിയത്തി കീൽ എന്നൊക്കെ പറയുന്നുണ്ട്. കാൽ, ഇങ്ങനെ 7 ഭാഷയോളം അതിന് പറയാൻ പറ്റുന്നത്. അപ്പൊ ശേഖ് തങ്ങൾക്ക് ജന്മം നൽകിയ ജീലാനിയാണ്, കൈലാനിയാണ്, ജീലിയാണ്, ജീലാണ്, കീലാണ്, കാലാണെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. അമ്മ മൗലിദുഹു, അപ്പൊ നാട് കിടക്കുകയാണെങ്കിലും മൂപ്പയുടെ ജന്മം, ജനിച്ച സമയം അത് 470 വർഷത്തിലാണ് മഹാന്റെ ജന്മം. മഹാനവറുകൾ വഫാത്തായത് ബഗ്ദാദിലാണ്. എത്ര കൊല്ലത്തിന്? സനത്ത 561 കൊല്ലത്തിലാണ് വഫാത്തായത്. അത് കമാ അഷാറ ദാലിക, ആ പറഞ്ഞ വിഷയത്തിലേക്ക് ഡേറ്റ് എടുത്താൽ കിട്ടും. ആ ഡേറ്റിലേക്ക് ഇതാ ബാലുഹും ചില ആൾക്കാർ ചൂണ്ടി പറയുന്നുണ്ട്. ഇത് ഖൗലിയുടെ വാക്കുകൊണ്ട് ചൂണ്ടിയിട്ടുണ്ട്. ലഖദ് ജാഅ ബിഇശ്ഖി വഉംറും ബിഹി നമാ വൽഖിയാഹു ലിൽ മൗലാ തമാമു സിയാദതി. അങ്ങനെ ഇഷ്കിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നു. ആ ഇഷ്ക് കൊണ്ട് അദ്ദേഹത്തിന്റെ വയസ്സ് കൂട്ടുമ്പോ നമ അങ്ങനെ വളർന്നു 91 വയസ്സാ നമ. ഇഷ്ക് തറവ് 470 പിന്നെ വൽഖിയാഹു മൗലാ തമാമു സിയാദതി. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 471 ജന്മം, അത് ഇഷ്ക് കൊണ്ട് മനസ്സിലാക്കാം. 91 വയസ്സുമായി മഹാനവറുകളും വഫാത്തായതാണ്. ലുഖിയാഹുൽ മൗല എന്നാണ് അള്ളാനെ കാണാൻ പോയതാണ്. അത് തമാമു സിയാദന്റെ 561. ഇങ്ങനെയൊക്കെയാണ് ആ പാട്ടുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ബിൽ മീലാദ് കൊണ്ട് എന്ന് പറയുമ്പോ അഹുവ വഖത്തുൽ വില്ലാദത്തി, പ്രസവ സമയം കൊണ്ടാണ് ആ നാടിനെ അങ്ങൾ ശ്രേഷ്ഠമാക്കിയതെന്നാണ്. വൽ മുറാദ് ബിഹി, മീലാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കൽ വില്ലാദത്തു എന്നുള്ള പ്രസവം എന്നേ ഉള്ളൂ. അലാ സമീരി തജ്രീബി അൻ ബഅദിൽ മഅന, ചില ആശയങ്ങളെ തൊട്ട് തരിപ്പിച്ച് ആ തരിപ്പിക്കുക എന്ന വഴിയിലൂടെ വില്ലാദത്ത് എന്നാണ് ഉദ്ദേശം. ജന്മം കൊണ്ടുതായി. സാക്കിനഹു എന്ന് പറഞ്ഞാല് പദുലിഷ്ടിമാലിൻ ജീലാൻ, ജീലാൻ എന്നതിൽ നിന്ന് ഇഷ്ടിമാൽ ബദലായിട്ട് വന്നതാണ് സാക്കിന എന്നെന്ന് മഹാനവറുകൾ താമസിക്കുന്ന സ്ഥലത്തായി. ഖബർ കൊണ്ട് ബഗ്ദാദിനെ എന്താക്കി? അങ്ങ് മണ്ണമാക്കി, വഫാത്ത് കൊണ്ടുപോയി. ഇവിടെ ബഗ്ദാദ്
എന്നതിന് എത്ര ഭാഷ സംസാരിക്കാൻ നോക്കാം. മീ ഇജാമി ദാലേനി 2 ദാലിന് പുള്ളി കൊടുക്കുക. അപ്പൊ ബായി. ഹിമാലിക 2 ദാലിന് പുള്ളില്ലാതെ ബാദ് അങ്ങനെയും വായിക്കാം. ഇനിയിപ്പോ ഇജാമി വാഹിദത്തിൽ 1 ദാലിന് പുള്ളി കൊടുക്കുക. ഹിമാൽ ഉഖറ മറ്റ് പുള്ളില്ലാതിരിക്കുക. അപ്പൊ അങ്ങനെ ബാദ് എന്ന് പറയാം, അല്ലെങ്കിൽ ബാദ് എന്ന് പറയാം. പിന്നെ ഇബ്ദാൽ അഖീറത്തി മറ്റേ ദാൽ എന്താക്കാം, മറിക്കാം, നൂനാക്കി. അപ്പൊ അങ്ങനെ ഇബ്ദാൻ എന്ന് പറയാം. ذكره في مبعث وزن قلتين من التحفة. تحفയിൽ ഖുല്ലത്തൈനി എന്ന് വസനുണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള 2 ഖുല്ലത്തിന്റെ തൂക്കത്തിനെ പറ്റി ഒരു ചർച്ച ഉണ്ട്. ആ ചർച്ചയിൽ മൂപ്പരെന്തായിട്ടുണ്ട്, ഈ വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബഗ്ദാദ് എന്ന് പറയുന്ന നാടിനെ കുറിച്ചുള്ള 5 ഭാഷയുണ്ട്. അപ്പൊ ബഗ്ദാദ് ആരെങ്കിലും പറഞ്ഞാൽ കളിയാക്കണ്ട, ബഗ്ദാദ് എന്ന് പറഞ്ഞാലും കളിയാക്കണ്ട. ബഗ്ദാദ് അല്ലെങ്കിൽ ബഗ്ദാദ് എന്ന് പറഞ്ഞാലും കളിയാക്കണ്ട, അല്ലെങ്കിൽ ബഗ്ദാൻ ഇതൊന്നുമല്ലാതെ പറഞ്ഞ തെറ്റാണ്. ഈ പറഞ്ഞ ഈ 5 എണ്ണത്തിന് ഏതും പറയാം. അമാക്കിനഹു എന്നത് മദുരിഷ്ടിമാരി ബഗ്ദാദ് അറിയുക. അമാക്കിനോ മഹാനവർ താമസിക്കുന്ന പ്രദേശത്ത്. യസൂറുഹു എന്ന് പറഞ്ഞാൽ ഖബറിനെ സന്ദർശിക്കും, അല്ലെങ്കിൽ അൽ ബഗ്ദാദ അൽ മുസ്തമിൽ അൽ ഖബർ, ഖബറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബഗ്ദാദിനെയോ അല്ലെങ്കിൽ ഖബർ രണ്ടിലൊന്നിലേക്ക് നബിയെന്ന് മടക്കാം. ഉല്ലു മുസ്താഖിൻ ആശിക്കുന്ന എല്ലാ ആളുകളും വലാക്കിനഹു നില്ലോടത്ത് ബി തഖ്ഫീഫി വലാക്കിന്ന സെന്ത് കൊടുത്ത് പറയണം, ഇല്ല അതിൽ വസിരി പാട്ടിന്റെ വരി ഒത്ത് കന്തൊത്ത് വരണമെന്നുണ്ടെങ്കിൽ ലഘുവാക്കണം. അതുകൊണ്ട മറ്റെന്താ കയ്യൂല. നോക്കി ശരിയാവില്ല. അതേ സമയത്ത് അത് ശരിയാവുള്ളൂ. ഈ ബൈത്തി പറഞ്ഞത് ഇവിടെ എന്ന് പറയുന്ന ഈ പദം കാലമാലും ചില ആളുകൾ പറയുന്നു ഹുവ ഇത് ഇഷാറത്തുൻ ഒരു സൂചനയാണ്. എവിടേക്ക്? ലിമ വക്കാലിന്റെ ആളിന് ഇത് ഉണ്ടാക്കിയ കവിതക്കാരന് സംഭവിച്ച ഒരു വിഷയമുണ്ട്, അതിലേക്ക് ചൂണ്ടിയിട്ടാണ് പറയുന്നത്. റഹ്മഹുല്ലാ വദാലിക എന്താണ് സംഭവം എന്നറിയോ? അന്നഹു കാന യസ്താഖു സിയാറത്തുഹു റളിയല്ലാഹു അൻഹു മുസാഫിറൻ ഇലാ ബഗ്ദാദ. ബഗ്ദാദ് നാട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് മഹാനവറുകൾ അത് സന്ദർശിക്കണം എന്നൊരു ആഗ്രഹം ആർക്ക് ജനിച്ചിരുന്നു? നമ്മുടെ ഈ കവിതയുണ്ടാക്കിയ ഷെയ്ഖ് സദഖുൽ ഖാരി തങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഫലം യത്തഖത്തു ലഹു ദാലിക, അങ്ങനെ ബഗ്ദാദിലേക്ക് പോവാൻ കഴിഞ്ഞില്ല. അവന്തായി ഫറആഹു മർറത്തൻ ബിൽ മനാമി, സ്വപ്നത്തിൽ ഒരിക്കൽ ഷെയ്ഖിനെ ഈ കവിതക്കാരൻ കണ്ടു. ഫഖാല ലഹു ഖദ് മദഹത ജദ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതറക്തനീന. അപ്പൊ ആ ഷെയ്ഖ് മുഹയ്യദ്ദീൻ തങ്ങൾ സദഖുല്ലാഹി തങ്ങളോട് പറയാ, സ്വപ്നത്തിൽ നിങ്ങൾ എന്റെ പിതാമകനായ റസൂലുള്ളാഹി പുകഴ്ത്തി പറയുന്നു, നിങ്ങൾ എന്നെ പുകഴ്ത്തിയില്ലല്ലോ എന്നാ ഇതാ പറഞ്ഞത്. അപ്പോ ഇതിൽ സറഅബി ഇൻഷാഇ ആദിൽ ഖസീദ. അപ്പൊ ഈ ഖുതുബിയത്ത് എന്ന് പറയുന്ന ഈ ഖസീദ, ഈ പദ്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മഹാൻ അന്ന് മുതൽ പ്രവേശിച്ചു. അങ്ങനെയാണ് ഈ കവിത ഉണ്ടാക്കുന്നതിന് കാരണം. സിയാറത്ത് ചെയ്യാൻ വേണ്ടി ആഗ്രഹമുണ്ട്, യാത്ര ദിവസം കഴിഞ്ഞില്ല. അങ്ങനെ വരാതെ വന്നപ്പോ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോ പറഞ്ഞെന്താ, വല്ലിപ്പായ പുകഴ്ത്തി പറഞ്ഞ പുകഴ്ത്തിയില്ലല്ലോ ആണ്. അപ്പൊ അന്ന് മുതൽ മഹാനം അത് കഴിഞ്ഞുകൊണ്ട് ഒരു കവിത ഉണ്ടാക്കാൻ തീരുമാനിച്ചു. സദഖുല്ലാഹി. അങ്ങനെയാണ് ഈ കവിത. ഇനി ഇവിടെ ഷാരി പറയട്ടെ. അപ്പോഴും ഞാൻ പറയുന്നു വയഹ്തമിലു അൻ യുറാദ ബിൽ മുലാഖത്തി. മുലാഖത്ത് ഇവിടെ പറഞ്ഞ കണ്ടുമുട്ടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടാൻ പറ്റും. എന്താ ഉദ്ദേശിക്കുക? അൽ ലിഖാഉ യഖ്ളത്തൻ, സ്വപ്നത്തിലല്ല ഉണർവിൽ തന്നെ കണ്ടുമുട്ടുക എന്നുള്ള സാധ്യതയുണ്ട്. എന്താ കാരണം? ഫഇന്ന ലഖിയൽ അവ്വാത്തി യഖ്ളത്തൻ, ഉണർവിൽ തന്നെ ഉറങ്ങാതെ തന്നെ നേർക്കുനേരെ കാണാൻ പറ്റും.
അങ്ങനെ മരിച്ചവരെ കാണുക എന്നുള്ളത് മുംകിനും അത് സൗകര്യമുള്ളത് തന്നെയാണല്ലോ, അത് മുഹാലൊന്നുമല്ല, പറ്റുന്നതാണ്. ഫഖദ് വഖാല കസീറുൽ ഔലിയാഇ ലഖിയ്യുഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിഗൈരിഹി കറാമത്ത്. ഔലിയാക്കളും ഔലിയാക്കളല്ലാത്ത അനേകം ആളുകൾക്ക് റസൂലുള്ളയെയും റസൂലുള്ള അല്ലാത്തവരെയും കണ്ടുകൊണ്ട് നേർക്കുനേരെ സ്വപ്നത്തിലല്ലാതെ കറാമത്ത് പ്രകാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. കമാ മർറാബി ശറഅ ഖൗലി ഖദ് അഹറസ ഇർസഹുമ. മഹാനായ അലിയാർ തങ്ങള്, ബഹുമാനപ്പെട്ട നബി തങ്ങള്, അവർ രണ്ടുപേരുടെ അനന്തരം നിങ്ങൾ എടുത്തു സൂക്ഷിച്ചു എന്ന് പറഞ്ഞിടത്തുള്ള ആ വ്യാഖ്യാനത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. അനുലക്കിയ ഷെയ്ഖു റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അലിയ റളിയല്ലാഹു അൻഹു വ തഫലാ ഫീഹി. അലിയാർ തങ്ങളെയും നബി തങ്ങളെയും മഹാനാവറുകൾ നേർക്കുനേരെ കണ്ടു. കണ്ടിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വായിലേക്ക് രണ്ടുപേർ തുപ്പിക്കൊടുത്തു എന്ന് മുമ്പ് പറഞ്ഞല്ലോ. ഇതൊക്കെ വഫാത്തിന്റെ ശേഷമല്ലേ, അപ്പൊ അത് കാണുന്നില്ല. മറ്റു മനസ്സിലാക്കാനുള്ളത് യക്ലത്തിൽ കാണാണ്. അവയും കൊലുത്ത അതിലേക്ക് ചോദിച്ചേക്കാം. എന്താ ചോദ്യം? കൈഫ യുംകിനു റുയ്യത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഗൈരിഹി യഖ്ലതൻ ബഅദ വഫാതി. നബിയും നബി അല്ലാത്തവരൊക്കെ വഫാത്തായി പോയി, അവരുടെ വഫാത്തിന് ശേഷം എങ്ങനെയാണ് ഇത്തരം ആളുകളെ ഉണർവിൽ കാണാൻ കഴിയുക എന്ന് നിനക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണ് എങ്കിൽ മുല്ല അതിന് മറുപടി നമുക്കുണ്ട്. നമ്മൾ പറയും അക്സറു മാ യകൂനു ദാലിക ബിൽ ഖൽബി. ആ സംഭവത്തിൽ അധികവും ഹൃദയം കൊണ്ട് ഇങ്ങനെ കാണാൻ കഴിയും, ഉൾക്കാഴ്ച. സുമയതറക്ക ഇലാ യറാ ബിൽ ബസീർ. അങ്ങനെ കാഴ്ച അതിൽ ഉൾക്കൊണ്ട് കണ്ടുകൊണ്ട് പിന്നെ കാണുന്നത് ആരായിരിക്കും? നേരെ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കയറിപ്പോകും. പക്ഷെ ലാക്കിൻ ലൈസത്ത് ഈ റുയ്യത്ത് റുയ്യത്തിൽ മുതാറവത്തി, ഇവിടെ അറിയപ്പെട്ടതായിരിക്കും റുയ്യത്തിന്റെ കണ്ടുകൊണ്ട് നേരെ കാണുന്നില്ല. ആ ഒരു കാഴ്ച പോലെ അല്ല ഇത്. കാണും, അതുപോലല്ല ഈ കാഴ്ച. ബൽ പിന്നെ വഹിയ ജംഇയ്യത്തുൻ ഹാലിയത്തും ഹാലത്തും ബർസഖിയ്യ. ബർസഖിയ്യായ ഒരു സന്ദർഭം, കാണുന്നൊരു സന്ദർഭം. ഈ രണ്ടും കൂടി, ഒന്ന് അയാത്തിലൂടെ നിൽക്കുന്നു, മറ്റേ മരിച്ച ലോകത്തുമാണ്. ഇത് രണ്ടും കൂടി ഒരു അവസ്ഥ, ഈ രണ്ടും കൂടി ഒരുമിച്ച് കൂടുന്ന സമ്മേളനം. ആ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാവാതെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അബ്ദും ബിജിദാരിയും അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ലാ യുദ്രിക്കുഹു, ഈ അനുഭവിച്ച് അറിയേണ്ട കാര്യത്തെ മനസ്സിലാക്കാൻ കഴിയൂല. ഇല്ലാമം ബാഷറഹു, അതുമായി ബന്ധപ്പെട്ട് കൂടിച്ചേർന്നവരാരും അവർക്കത് അറിയുള്ളൂ, അല്ലാത്തവർക്ക് എന്തറിയാനാ? പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ ഐക്കർ റുയ്യത്തിൽ മുതാറബത്തി, അറിയപ്പെടുന്ന ഒരു കാഴ്ച പോലെ. ആ എങ്ങനെ? മിനിസ്മത്തിൽ അക്കുമഹി, ഒരു മുണ്ടാൻ കഴിയാത്ത ആളിലേക്ക് ചേർത്തി കൊടുക്കുക. അല്ലെങ്കിൽ എങ്ങനത്തെ അക്കുമ ഉലിത ആഴ്മ, അയാളെ കണ്ണു കാണാതെ ജന്മം നൽകി, അത് കണ്ണും കാണാൻ സംസാരിക്കാൻ കഴിയൂല. ഇത്തരം ഒരാളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അറിയപ്പെടുന്ന മുത്താറബത്തായ റുയ്യത്തുണ്ടല്ലോ, അതുപോലെയാണ്. അപ്പൊ പല യുമിസ്ത്ര ചെയ്യാൻ ഇയാളൊന്നും കാണൂല. കാരണം റുയ്യത്തി, കണ്ടു എന്നതിന്റെ അർത്ഥം എന്താ? കാണുക. ആ കാണുക എന്നതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ ഇയാൾക്ക് കഴിയില്ലല്ലോ, കാരണം ഇയാളൊന്നും കാണുന്നില്ലല്ലോ. ഒന്നും കാണാത്ത വ്യക്തിയെ കണ്ടു എന്ന് പറയാം, അങ്ങനെയാണ്. സുംബുഖ്തുലിഫ. അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ച ഉണ്ട് ഇവിടെ. ആ കാഴ്ചയുള്ളൂ കാഴ്ച, അത് യക്ലത്തിൽ കാണാൻ കഴിയും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറയപ്പെട്ട കാഴ്ച അല്ലാത്തൊരു കാഴ്ച ഉണ്ട്, അത് കറാമത്ത് പ്രകാരം കാണാൻ കഴിയും. പിന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ അന്നല്ലദീ യുറ അൽഹു വദാത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹു. ഇവിടെ കാണുക എന്ന് പറയുന്ന സാധനം ആ കണ്ട സാധനം നബിന്റെ ദാത്ത് തന്നെയാണോ, അതാ നബിന്റെ അതുപോലെ രൂപമാണോ? അതിനെക്കുറിച്ച് ഖാലൽ ഇമാം സുയൂത്തിയു ഈ തൻവീറുൽ ഹിലക്കില് സുയൂത്തി ഇമാം പറയുന്നു ഏത് വിഷയത്തിൽ? ഈ ഇംകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മലക്കി, മലക്കിനെ നബിയെ കാണാൻ പറ്റും എന്ന വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ടുള്ള കിതാബാണ് തൻവീറുൽ ഹിലക്ക്. ആദ്യം സുയൂത്തി ഇമാം പറയുന്നു അല്ലദീന, ഒരു കൂട്ടര്. അങ്ങനത്തെ കൂട്ടർ റഅയ്തുഹും, നാം അവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ മിൻ അർബാബിൽ അഹ്വാലി, അവരൊക്കെ അവസ്ഥകൾ എങ്ങനെയൊക്കെയുണ്ടോ അതിനവസ്ഥയാണോ, അങ്ങനെ ഉണ്ടാവുന്ന നേതാക്കന്മാരെ കൂടുതൽ പെട്ട ആൾക്കാരാണ് അവരൊക്കെ. അലസാനി, രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം അങ്ങനെ പോകും.
ഈ പറഞ്ഞത് കൊണ്ട് സർറഹൽ ഗസാലിയും ഇമാം ഗസാലി തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖാലി അബൂബക്കർ ബിൻ അറബി തങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുമുണ്ട്. എന്നിട്ട് കാല ഖാലി തങ്ങൾ പറയുന്നു, അറിയപ്പെട്ട നബി തങ്ങളുടെ ആ സിഫത്ത് കൊണ്ട് നബി തങ്ങളെ കാണുക എന്നുള്ളത് ഇദ്റാഖുൻ അലൽ ഹഖീഖത്തി, അത് യഥാർത്ഥത്തിന്റെ മേലെ മനസ്സിലാക്കണത്. അലാ ഗൈരി സിഫത്തിഹി, പറയപ്പെട്ട സിഫത്തുണ്ട്, ആ സിഫത്ത് അല്ലാത്ത രൂപത്തിൽ നബിയെ തങ്ങളെ കാണുക. അങ്ങനെ കണ്ടാൽ ഇദ്റാഖുൽ മിസാലി, അത് നബിയല്ല, നബിന്റെ ഒരു രൂപമായി കണ്ടു മനസ്സിലാക്കാം. അതുപോലെ അപ്പോൾ ഈ പറഞ്ഞ ഒന്ന്, അതിനെ ഗായത്തുൽ ഹുസ്നിൽ പറഞ്ഞ ഒന്ന് ആണ് ഈ പറഞ്ഞത്. നബി തങ്ങളുടെ ശരീരം റൂഹാത്മ ഇതൊക്കെ പാടെ കൂടിയിട്ട് ദാത്തിന്റെ പുണ്യമായ ദാത്ത് അത് കാണാൻ കഴിയൂല. അപ്പൊ കാണല് പല രീതിയിലായി. ഒബിൽ ഫത്താവൽ ഹദീസിയ, ഫത്താവൽ ഹദീസിൽ കാണാം, അൻഹു ഇല, മഹാൻ അവരോട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ അജാബ, ശേഖ് അവർ മറുപടി കൊടുത്തു. അൻഹു മുംകിൻ, അങ്ങനെ കാണാൻ കഴിയും തന്നെയാണ്, നേരിക്കും നേരം നബിയെ കാണാൻ കഴിയും. ഫഖദ് സ്വറഹ, എന്നിട്ട് മഹാനവറുകൾ വ്യക്തമാക്കി പറയുന്നു, ബി അന്നദാലിക ബി കറാമത്തിൽ ഔലിയായി, അത് ഔലിയാക്കളുടെ കറാമത്തിൽപ്പെട്ടതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഔലിയാക്ക കറാമത്ത് കൊണ്ട് ഓർക്കത് കാണാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയൂല. അപ്പൊ അത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ എന്താ വ്യക്തമായി ഒസാരിമാൻ ബാരിസി താജ് സുബക്കി അൽ ഹഫീഫുൽ ഷാഫി മദ്ഹബുകാരായ വൽ ഖുർത്തുബി വബിൻ അബി ജംറത്തുൽ മാലിക്കിയ, ഇവരൊക്കെ എന്തായിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവര് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. وقد فصلنا المسألة في كتابنا ابتغاء الوصول حب الله والرسول. ഈ വിഷയം, ഈ മസ്അല നമ്മൾക്കൊരു കിതാബുണ്ട്, ഇബ്തിഗാഉൽ വസൂൽ ലിഹുബ്ബില്ലാഹി ബിമദിഹിർ റസൂൽ എന്ന് കാണാം. ആ കിതാബിൽ നമ്മൾ വിശദമായിട്ട് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കിതാബ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഇബ്തിഗാഉൽ വസൂൽ എന്ന് പറയുന്നൊരു കിതാബ് ഉണ്ടല്ലോ, അത് മങ്കൂസ് മൗലൂദിന് വ്യാഖ്യാനിക്കുന്ന കിതാബാണ്. ആ മങ്കൂസ് മൗലൂദിന്റെ ഹദീസ് ഉണ്ടല്ലോ, ഖാല അലി ഇബ്നു സൈദ് റളിയല്ലാഹു തആല ഖാല ഇലാ ജാനിബി റജുലുൻ ദിമ്മിയുൻ എന്നിങ്ങൾ പോന്നിട്ട് അങ്ങനെ കടന്നിട്ട് ഫിൽ മനാമി എന്ന് പറയുന്ന റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, അങ്ങനെ വഖാല ലി മാ ബിക ഫഅഖബർതു ബിഖബരി മഅൽ ദിമ്മി എന്നൊരു ചരിത്രം പറയുന്നുണ്ട്. ആ ഫിൽമനാമിന്റെ അവിടെ ഒരു വിശദീകരണമുണ്ട്. അതാണ് ബഹുമാനപ്പെട്ടവര് അവിടെ പറഞ്ഞത് ഇബ്തിഗാഉൽ വസൂലിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നോക്കാം. ഖൗലുഹു ഫിൽ മനാമി, ഫിൽ മനാമിന് മുതഅല്ലിഖും ബി റഅയ്തു, റഅയ്തു എന്ന ഫീലുമായി ബന്ധിച്ചുള്ളതാണ്. വഇന്നമാ ഖയ്യദഹു ഫിൽ മനാമി, ഫിൽ മനാമി എന്ന് മൂപ്പരുടെ ഖൈദ് കൊടുത്ത് പറയാൻ കാരണം എന്താ അറിയാം, അന്ന ഖൗലഹു റഅയ്തു, ആദ്യം പറഞ്ഞ റഅയ്തു എന്നാണ്. ഈ റഅയ്തു എന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ഫിൽ മനാമി ഖൈദ് കൊടുത്ത് പറയാൻ കാരണം, ഫിൽ മനാമി ഒഴിവാക്കിയ റഅയ്തു നിർത്താൽ യശ്മൽ റുഅയത്തുൽ ബസർ ഫിൽ യഖ്ളത്തി വ റുഅയത്തുൽ ഖൽബി ഫിൽ മനാമി, സ്വപ്നത്തിൽ ഖൽബ് കൊണ്ട് കാണും ആ കാഴ്ചയെയും, അതുപോലെ തന്നെ സ്വപ്നമല്ലാതെ നേരെ നേരെ ഉണർവിൽ കാണാൻ പറ്റുന്ന ബസറുള്ള കാഴ്ചയുണ്ട്. ഈ രണ്ട് കാഴ്ചയെയും റഅയ്തു ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമിയിൽ കൊടുത്തത്. അപ്പൊ സ്വപ്നത്തിൽ കണ്ടു എന്നാണ്. ഈ ഹാഷിയത്തി ശമായിലി മദ്ഹബി അഹ്ലി സുന്നത്തി, മദ്ഹബ് അഹ്ലി സുന്നത്തി ഹാഷിയത്തുൽ ശമായിൽ എന്ന് പറഞ്ഞൊരു കിതാബ്. കിതാബില് അങ്ങനെയല്ല. അപ്പൊ ഈ ഹാഷിയത്തി ശമായിൽ, ഹാഷിയത്ത് ശമായിൽ കാണുന്നത് എന്താ അറിയോ, മദ്ഹബ് അഹ്ലി സുന്നത്തി, അഹ്ലി സുന്നത്തിന്റെ മദ്ഹബ് അന്ന ഹഖീഖത്ത റുഅയ, വിഷയമായിട്ട് നീ കാണുക, സ്വപ്നം കാണുക എന്നതിന്റെ യഥാർത്ഥം, ഇഅ്തിഖാദാത്തുൻ, അത് വിശ്വാസങ്ങളാണ്,
അങ്ങനത്തെ വിശ്വാസങ്ങൾ യഖ്ലുഖുഹല്ലാഹു ഫിൽ ഖൽബി ഫീ ഖൽബിൻ നായിമി, ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസങ്ങളാണ് ഈ സ്വപ്നം. ഏതുപോലെ കമാ യഖ്ലുഖുഹാ, ആ ഇഅ്തിഖാദാത്തുകളെ അല്ലാഹു സൃഷ്ടിക്കും പോലെ ഫീ ഖൽബിൽ യഖ്ലാൻ, ഉണർവിൽ ഉള്ള ഒരാളുടെ ഹൃദയത്തിൽ. ഉറങ്ങാൻ നിൽക്കുന്ന ആളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല സൃഷ്ടിക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളില്ല. അതേ വിശ്വാസം പോലെ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ ഹൃദയത്തിലും അല്ലാഹു തആല സൃഷ്ടിക്കുന്ന ഒരു വിശ്വാസ കാര്യങ്ങളാണ് ഈ പറയുന്ന സ്വപ്നത്തിന്റെ കാണുക എന്നതിന്റെ ഹഖീഖത്ത്. അവ യഫ്അലുമായി യശാഉ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അതൊക്കെ അല്ലാഹു ചെയ്യും. നമ്മൾ അല്ലാഹു ഉദ്ദേശിച്ചൊക്കെ അല്ലാഹു ചെയ്യും. ലാ യംനഉഹു നൗമുൻ വലാ യഖ്ലത്ത്, ഇവിടെ ഉറങ്ങുക ഉറങ്ങാതിരിക്കുക ഇവിടെ പ്രശ്നമേ അല്ല. ഉറങ്ങിയാലും ശരി, ഉറക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്നും അല്ലാഹു തആല പ്രവർത്തിക്കുന്ന തടസ്സമാവുകയില്ല. അത് തടസ്സമാവാതെ തന്നെ അല്ലാഹു തആല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഭവത്തിലേക്ക് വരാം. വഅൻ അബ്ദില്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി തങ്ങളെ തൊട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ റആനി ഫിൽ മനാമി വഖദ് റആനി വഇന്ന ശൈത്താന ലാ യതമസ്സലു ബി എന്ന് പറഞ്ഞു. സ്വപ്നത്തിൽ ആരെങ്കിലും എന്നെ അവൻ കണ്ടാൽ നിശ്ചയമായി എന്നെ കണ്ടു, ഞാൻ തന്നെയാണ്. കാരണം ഒരു പിശാചിന് എന്റെ രൂപം വരാൻ പറയാൻ കഴിയൂല. അപ്പൊ പിശാചിന് എന്നെ പോലെ രൂപാന്തരപ്പെട്ട് വരാൻ കഴിയൂല. അതുകൊണ്ട് ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ഞാൻ തന്നെയാണ്. ഐ മൻ റആനി ഫി ഹാലിൻ നൗമി, ഉറങ്ങുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും എന്നെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഫഖദ് റആനി ഹഖൻ, അവൻ യഥാർത്ഥത്തിൽ എന്നെ കണ്ടു, അതെന്നെ ഞാൻ. അല്ലെങ്കിൽ ലൗ ഫകഅന്നമാ റആനി ബിൽ യഖ്ലത്തി, അല്ലെങ്കിൽ ഉണർവിൽ എന്നെ കണ്ടത് പോലെയായി എന്ന് പറയാനുള്ളൂ. ഫഹുവ, അപ്പോൾ അത് അല തസ്ബീഹി വതംസീലി, അങ്ങനെ വരുമ്പോൾ ഇവിടെ തസ്ബീഹ് ഉണ്ടായി തംസീൽ ഉണ്ടായല്ലോ എന്ന് വരും. വലൈസൽ മുറാദു, ഉദ്ദേശം റുഇയത്ത് ജിസ്മിഹി ശരീഫി വസഹസിൽ മുനീഫി, മുത്തനബി തങ്ങളുടെ ആ വ്യക്തിത്വത്തെയും നബി തങ്ങളുടെ പുണ്യ ശരീരത്തിൽ കാണുക എന്നല്ലല്ലോ ഇവിടെ ഉദ്ദേശം. ബൽ പിന്നെയോ മിസാൽ തഹഖീഖ് പ്രകാരം അതിന്റെ മിസാൽ, അവനവന്റെ മിസാൽ വന്നു എന്ന് പറയാം. ഖൗലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് ഇന്ന ശൈത്താൻ ലാ യതമസ്സലു ബി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തായി? ലാ യസ്തതിഉ ദാലിക, അങ്ങനെ രൂപപ്പെടാൻ അവനെ കൊണ്ട് കഴിയൂല. എല്ലാ രൂപത്തിലും വരാൻ പറ്റുന്ന ചങ്ങാതിയാണ് ശൈത്താൻ, പക്ഷെ എന്റെ രൂപം കൊണ്ട് വരാൻ കഴിയൂല. അതാണ് കാരണം അന്നഹു സുബ്ഹാനഹു വ തആല ജഅലഹു മഹ്ഫൂദൻ മിന ശൈത്താനി ബിൽ ഖാലിദി, പൊതുവെ പുറംഭാഗങ്ങളിലും ശൈത്താനെ തൊട്ട് നബിയെ കാക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്താ കദാലിക ബിൽ മനാമി, അതേപോലെ തന്നെ സ്വപ്നത്തിൽ സംഭവിക്കുന്നു. സവാഉൻ റആഹു അലാ സിഫത്തിൽ മഅറൂഫ, അറിയപ്പെട്ട രൂപത്തിന്റെ പേരിൽ നബിയെ കുറിച്ച് അവർ അറിയട്ടെ. ആ വഴി അല്ലെങ്കിൽ അതല്ലാത്ത രൂപത്തിൽ അറിഞ്ഞു. അത് മഖബൂലി മഖബൂൽ ഇദ്ദൽ മഖബൂൽ, ബുദ്ധിയുള്ളവരുടെ അടുക്കൽ സ്വീകാര്യയോഗ്യമാവുന്ന ഉദ്ധരിക്കപ്പെടാൻ പറ്റുന്ന അഭിപ്രായ പ്രകാരം അനുസരിച്ച്. ഈ സംഗതികൾക്ക് മാറ്റം സംഭവിക്കുക സ്വപ്നത്തിന്റെ അവസ്ഥയിലെങ്കിലും അതനുസരിച്ച. കാരണം എന്തുകൊണ്ടാൽ എന്റെ നിശ്ചയമാണ് അത് കൽ മിർആതി സ്വഖീലത്തികളെ കടന്നു തേടിച്ച കണ്ണാട പോലെയാണ്. ആ കണ്ണാടിക്ക് നേരിടുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്ന ഒരു പ്രകൃതിയോടെ അവിടെ ഒന്ന് പതിക്കുന്നുണ്ട്. അങ്ങനെ പതിക്കുമ്പോൾ ബഖദി യറാഹു, ആ പ്രതിരൂപം അവനെ ഇയാൾ കാണുമല്ലോ. ജമാഅ ഔസാബി മുഖ്തലിഫത്തെ, വിവിധ രൂപങ്ങളെ കൊണ്ട് ഒരുമിച്ച് കൂടിയതായിട്ട് അങ്ങനെ കാണാം. അപ്പൊ ബഖദി യറാഹു ജംഉൻ, അപ്പൊ ഒരു സംഘം എന്താവും? ബി ഔസാബി മുഖ്തലിഫത്തെ, വ്യത്യസ്ത രൂപങ്ങളെ കൊണ്ടായിരിക്കും അവിടെ കാണുക. ഇങ്ങനെയൊക്കെ ഉണ്ടാവുക, അങ്ങനെ കാണാൻ പറ്റും വിവിധ രൂപത്തിൽ നടത്തം. അപ്പൊ വിസരൂപിതാനിക്ക, അങ്ങനെ നബിനെ തങ്ങളെ കാണുന്ന വിഷയത്തിൽ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ് ജമീഉൽ അംബിയാ വൽ മലായിക, എല്ലാവരും. കമാ ജസ്മ ബിഹിൽ ബഗവി ബി ശറഹി സുന്ന, ശറഹി സുന്നയിൽ ബഗവി ബന്ധങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞതുപോലെയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സാലിഹീന, നബി തങ്ങളെ കാണുക എന്നുള്ള സാലികളെ കൊണ്ട് പ്രത്യേകമായവർ അല്ല. സാലികൾ മാത്രമേ ഇവരെ കാണൂ, അങ്ങനെയൊന്നുമില്ല.
ബൽ പിന്നെയോ തെക്കൂലവും വലിയ വൈരിയും സ്വാലികളും അല്ലാത്തവർക്കൊക്കെ നബിനെ കാണുക എന്നുള്ളത് ഉണ്ട്. എന്നീ മഹാന്മാരെ പോലെയുള്ള ചില ആരിഫികൾ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടത് അന്നഹും സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ലതൻ, അവരെല്ലാവരും ഉറങ്ങാത്തന്നെ നേർക്കുന്നതിനെ കണ്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ അടുപ്പം എത്രയാണ് അങ്ങനെ എത്തുന്നതിന് കണക്കൊന്നും ഇവിടെ ഇല്ല. അപ്പൊ കറാമാത്തിൽ ഔലിയായി ഔലിയാകുള കറാമത്തിൽ പെട്ടതാണ് എന്ത് ഹർക്കുൽ ഒഴിച്ചുമില്ലോ അവരുള്ളതായിരിക്കുന്ന ഉൾപ്പെടുന്നതും അവർക്കുള്ള മറകൾ, ആ മറകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു പോവുക എന്നൊരു കറാമത്തിൽപ്പെട്ടതാണ്. അവ കാണാൻ പറ്റാത്ത എന്തൊരു മറണ്ടേ, ആ മറപ്പ് പോയി. അങ്ങനെ ഔലിയാക്കൾ അത് കണ്ടു. പല മാനിയ അക്കലമല ഷറാൻ, ഷറാൻ പ്രകാരം ആലോചിച്ചാലും ബുദ്ധിപരമായി ആലോചിച്ചാലും ഇങ്ങനെ കാണുന്ന എന്താ തടസ്സമുള്ളത്? ഒരു തടസ്സവുമില്ല. ഇന്നല്ലാഹ യുക്രിമു വലിയഹു, അള്ളാഹു അള്ളാന്റെ വലിയനെ ആദരിക്കും. അങ്ങനെ അല്ലാഹു യജാല ബൈനഹു വബൈന ദാതി ശരീഅത്തി സാത്തിറ വല ഹാജിബ, അദ്ദേഹത്തിന്റെ ഈ വലിയന്റെയും നബിയുടെയും ഇടയിൽ ഒരു മറയോ ഒരു വിരിയോ ഒന്നും ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിക്കും. അപ്പൊ നേരിട്ട് കാണാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയില്ല എന്നർത്ഥം. അപ്പൊ ചുരുക്കത്തിൽ ഉറക്കത്തന്നെ വേണമെന്നില്ല, അല്ലാതെ നബിയും ഒക്കെ കാണാൻ കഴിയും നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം.